Hello everyone, welcome back to Informative IT. Kerala PSC 10th level preliminary exam 2022 കൺഫർമേഷൻ കൊടുക്കുന്നതിനുള്ള ലിങ്ക് ഇപ്പോൾ പ്രൊഫൈലിൽ ലഭ്യമായിട്ടുണ്ട്. ഈ 10ാം തരം പ്രാഥമിക പരീക്ഷയിൽ ഉൾപ്പെടുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം, വിവിധ കമ്പനി ബോർഡ് LGS എക്സാം, അതുപോലെ തന്നെ ബിവറേജസ് LD ക്ലർക്ക് എക്സാം തുടങ്ങിയ 10ാം ക്ലാസ് യോഗ്യതയായിട്ടുള്ള എല്ലാ PSC എക്സാമിനും കൺഫർമേഷൻ കൊടുക്കുന്നതിനുള്ള ലിങ്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ എക്സാമുകൾക്കെല്ലാം എങ്ങനെ കൺഫർമേഷൻ മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിൽ PSC തുളസി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പണായി വരുന്നതായിരിക്കും. ഇവിടെ ആദ്യം തന്നെ കാണുന്ന tulasi.psc.kerala.government.in എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇങ്ങനെ ഓപ്പണായി വരുന്നതായിരിക്കും. ഇവിടെ രജിസ്റ്റേർഡ് യൂസർ ലോഗിൻ എന്ന് കാണാൻ കഴിയും. അതിൽ യൂസർ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ യൂസർ ഐഡിയിൽ നിങ്ങളുടെ യൂസർ ഐഡിയും അതുപോലെ തന്നെ താഴെ പാസ്വേഡ് എന്നതിൽ നിങ്ങളുടെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് അതിനു താഴെ കാണുന്ന ബോക്സിൽ ആ ആക്സസ് കോഡ് അതേപോലെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ PSC പ്രൊഫൈൽ ഓപ്പണായി വരുന്നതായിരിക്കും. പ്രൊഫൈൽ ഓപ്പണായി കഴിഞ്ഞാൽ അവിടെ തന്നെ കൺഫർമേഷൻ ഫോർ എക്സാമിനേഷൻ എന്ന് കാണിച്ചുകൊണ്ട് ഒരു ഐക്കൺ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പണായി വരുന്നതായിരിക്കും. ഇവിടെ കൺഫേം ചെയ്യുന്നതിനുള്ള എക്സാമുകളുടെ ലിസ്റ്റ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. നിങ്ങൾ എത്ര എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അത്രയും എക്സാമുകൾ കൺഫർമേഷൻ കൊടുക്കുന്നതിനായി ഇവിടെ വന്നിട്ടുണ്ടാകും. നിങ്ങൾ ഓരോ എക്സാമിനും സെപ്പറേറ്റ് ആയി കൺഫർമേഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു എക്സാം എങ്ങനെയാണ് കൺഫേം ചെയ്യേണ്ടത് എന്ന് ഞാനിവിടെ കാണിച്ചു തരാം. അതുപോലെ മറ്റ് എക്സാമുകളും നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം കൺഫർമേഷൻ കൊടുക്കുന്നതിനായി റൈറ്റ് സൈഡിൽ കാണുന്ന കൺഫേം നൗ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പണായി വരുന്നതായിരിക്കും. ഇവിടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് സബ്മിറ്റ് യുവർ കൺഫർമേഷൻ ഓൺ ഓർ ബിഫോർ 11/3/2022 എന്ന്. അതായത് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ കഴിയുന്ന അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 11 മാർച്ച് 2022 വരെ ആയിരിക്കും. അതുപോലെ തന്നെ അവർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൺഫർമേഷൻ കൊടുക്കുക എന്ന്. അതായത് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ എക്സാം എഴുതാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർ പ്രത്യേകം അത് എടുത്തു പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും എക്സാം അറ്റൻഡ് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റും താലൂക്കും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയവുമാണ്. ആദ്യം തന്നെ എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതിനു താഴെ താലൂക്ക് ചോദിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഏത് താലൂക്കിലാണോ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ താലൂക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ താലൂക്കുകളെല്ലാം വരുന്നത്. താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് നിങ്ങൾ ഓക്കെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം സെലക്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നാണ് ചോദിക്കുന്നത്. അത് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു OTP ടൈപ്പ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. നിങ്ങളുടെ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇമെയിലിലേക്കോ ആയിരിക്കും OTP വരിക. OTP വരുന്നതിനായി സെൻഡ് OTP എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സെൻഡ് OTP എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ OTP മൊബൈൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇമെയിൽ IDയിലേക്കോ വരുന്നതായിരിക്കും. ആ OTP എൻ്റർ OTP ഹിയർ എന്ന ബോക്സിൽ ടൈപ്പ് ചെയ്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ക്ലിക്ക് ഹിയർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഒരു ഡിക്ലറേഷൻ ബോക്സ് കാണാൻ കഴിയും. അത് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് കൺഫർമേഷൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അത് ഓക്കെ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കൺഫർമേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മൾ ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്ത വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നത് ഒരു ഗ്രീൻ കളറിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ റിസീവ്ഡ് എന്നും കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റു പോസ്റ്റുകളും നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ പോസ്റ്റുകളെല്ലാം നിങ്ങളുടെ പ്രിലിമിനറി എക്സാമിൽ ഉൾപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോയെ പറ്റി മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്